നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ്, ചുമ്മാ ഒരു റൈഡിന് വേണ്ടി. സോ നമ്മൾ പോകാൻ പോകുന്നത് ഇടുക്കിയിലെ ആനക്കുളം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അങ്ങനെ നമ്മൾ ആനക്കുളത്തെത്തി. സോ പ്രതീക്ഷിച്ച പോലെ തന്നെ ആനയൊന്നുമില്ല. യൂഷ്വലി ആ വഴിയാണ് കേട്ടോ ആന വന്നിട്ട് ഇവിടെ വെള്ളത്തിൽ നിന്ന് അവിടെ എന്തോ ഒരു ഉപ്പുരസമുള്ള ഉറവയുണ്ട് ഇതിൻ്റെ അടിയിൽ. അപ്പോൾ അത് കുടിക്കാനാണ് ആന യൂഷ്വലി ഇവിടെ വരിക. മോസ്റ്റ്ലി ആന വരാറുണ്ടെന്നാണ് നമ്മൾ കേട്ടതും ഇവിടെയുള്ളവർ പറയുന്നതും എന്നാ പറയുന്നത്. കണ്ടോ അവിടെയൊക്കെ ഇങ്ങനെ സ്പോട്ടുകളുണ്ട്, അവിടെ പോയിരുന്ന് ആനയെ കാണാനൊക്കെ പറ്റണ സ്ഥലങ്ങളുണ്ട്. ആക്ച്വലി നമ്മൾ കണ്ട വീഡിയോസിലൊക്കെ ഇതിലും കൂടുതൽ കുറച്ചും കൂടെ വെള്ളം ഉണ്ടായിരുന്നല്ലേ. ആനയൊക്കെ മുങ്ങിക്കിടന്ന് ആയിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത്. കണ്ടപോലെ തന്നെ നമ്മൾ നിൽക്കുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലും, പക്ഷെ ആന വരുന്ന ആ കാട് എറണാകുളം ഡിസ്ട്രിക്റ്റിലുമാണ്. കണ്ടോ. സോ യൂഷ്വലി ആന അതിരാവിലെയും വൈകുന്നേരമൊക്കെയാന്ന് തോന്നുന്നു വരാറ് യൂഷ്വലി. സോ കണ്ടോ ഇവിടെ 5:30 ശേഷം ടൂറിസ്റ്റിനെ ഒന്നും അങ്ങോട്ട് കടത്തി വിട്ടില്ല. ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് അവിടെ വരെയൊക്കെ പോവാം. പക്ഷെ നമ്മൾ ആദ്യം ഇവിടെ വന്ന സ്ഥിതിക്ക് ഇതാ അവിടെ നിന്നൊരു ലൈം ജ്യൂസോ ചായയോ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. എൻ്റെ ഉദ്ദേശം തന്നെ ഇപ്പോൾ ചായ കുടി, ഭക്ഷണം കഴിക്കൽ ഒക്കെ തന്നെ ആയിട്ടുണ്ട്. നമ്മളിവിടെ ഫോറസ്റ്റ് ഗാർഡിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം പുള്ളി പറയത് ഇന്നലെ വൈകുന്നേരം ഒരു 8 മണിയൊക്കെ ആയിരുന്നപ്പം 40 ആനയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയാണ്. പിന്നെ 2 ദിവസം മുന്നേയൊക്കെ ഉച്ചയ്ക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആനന്ന്. ഇന്ന് വരുമോയെന്നൊന്നും അറിയില്ല. എന്തായാലും ആനയുടെ ലക്ഷണമൊന്നും കാണാനില്ല. നമുക്ക് എന്തായാലും സ്ഥലം കാണാം. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിലും അവിടെ ഇങ്ങനെ അടച്ച് കെട്ടി വെച്ചിട്ടൊന്നും അങ്ങനെയൊന്നുമില്ല കേട്ടോ. അവിടെ ഒരു ഫോറസ്റ്റ് ഗാർഡ് ഉണ്ട്. അപ്പോൾ അവർ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അകത്തേക്ക് കയറ്റി വിടില്ല, റെസ്ട്രിക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ പോയി നിൽക്കാം. 5:30 കഴിയുമ്പോൾ ആ സ്ഥലത്തേക്ക് എന്താ പറയുക ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നേ ഉള്ളൂ. ആനക്കുളത്തെത്തി നമ്മൾ. അവിടെയൊക്കെ കണ്ടിട്ട് ആനയെ കണ്ടില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ വെറുതെ നിന്ന് വെള്ളവും പുഴയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളവിടെ ഫോറസ്റ്റ് ഗാർഡനിൽ സംസാരിക്കുമായിരുന്നു. പിന്നെ അവിടെ നാരങ്ങ വെള്ളം കുടിച്ച് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് രണ്ടുപേരും നമ്മളിങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അത് അവിടെ നിന്നൊരു 2 കിലോമീറ്റർ ഒരു കുഞ്ഞു വഴിയെടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് 3 ആറ് കൂടുന്ന 3 ആറുകളുണ്ട്. ഒന്ന് നമ്മുടെ ആന കുളിക്കുന്ന ആ ആറ്, പിന്നെ വേറെ 2 ആറും കൂടെ കൂടിച്ചേരണ ഒരു സ്ഥലമുണ്ട്. അവിടെ നല്ലൊരു സ്പോട്ടാണ്. അങ്ങോട്ട് നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ. അപ്പോഴത്തേക്കും ചിലപ്പോൾ ഇനി ആന വന്നാൽ ആന എന്തായാലും ഒരു 3-4 മണിക്കൂറൊക്കെ നിന്നിട്ടേ പോകുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി വരികയാണെങ്കിൽ ആന വരുന്നുണ്ടെങ്കിൽ അപ്പം കാണാമല്ലോ. അപ്പോൾ നിങ്ങൾ ചെന്ന് കണ്ടിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗാർഡ് നമ്മുടെ അടുത്ത് പറഞ്ഞു ഓഫ് റോഡാണ്. സോ ഈ വണ്ടി ഇത് ആക്ച്വലി കുഞ്ഞു വണ്ടിയാണ് കേട്ടോ. എന്ത് വണ്ടിയാണ്? ഓൾട്ടോ. ചെറിയ വണ്ടിയാണ്. പക്ഷെ എന്നാലും മോസ്റ്റ്ലി ബൈക്കും ജീപ്പും ഒക്കെയാന്ന് തോന്നുന്നു ഈ വഴി പോകുന്നത്. ബൈക്കൊക്കെ ആണെങ്കിൽ സെറ്റായിട്ട് പോയിട്ട് വരാം. അപ്പൊ നമ്മളിങ്ങനെ കുലുങ്ങി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഭയങ്കര കുഞ്ഞു വഴി കേട്ടോ. ഓപ്പോസിറ്റ് ഒരു കാറും കൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ഞങ്ങൾക്ക് 2 പേർക്കും അറിയില്ല. കാട്ടിലേക്ക് ഇറക്കേണ്ടി വരും. ഓക്കെ, ഞാൻ വഴി കാണിച്ചു തരാം. പോകുന്ന വഴി ആ വീടിരിക്കുന്ന ആ ലൊക്കേഷനും ആ കുട്ടി വീട് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് വെറുതെ എടുത്തതാണ്.
കുലുങ്ങി നമ്മൾ എന്തായാലും എത്തി. സോ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആനക്കുളത്ത് മോസ്റ്റ്ലി ആന ഇറങ്ങാറ് മോസ്റ്റ് പ്രോബബിലിറ്റി കേട്ടോ, ഉച്ചയ്ക്കൊക്കെ ഇറങ്ങാറുണ്ട് ചില സമയത്ത്, പക്ഷേ മോസ്റ്റ്ലി രാവിലെയും രാത്രിയാണ് ആന ഇറങ്ങണേ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഹോം സ്റ്റേ, ചെറിയ ചെറിയ ഹോട്ടൽ, റിസോർട്ടുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ആവാറൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ എത്തുകയാണെങ്കിൽ അന്ന് ഇവിടെ ഈവനിങ് സ്പെൻഡ് ചെയ്ത് രാവിലെ എണീറ്റ് ആനയെ കണ്ടിട്ട് പയ്യെ തിരിച്ചു. അപ്പം വൈകുന്നേരം വന്ന് ആ വൈകുന്നേരത്തെ സമയത്ത് എപ്പോഴെങ്കിലും ആനയെ കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം. എന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുക, ഏതെങ്കിലും ഒരു റിസോർട്ടിലോ ഹോം സ്റ്റേ ഒക്കെ എടുത്ത്. എന്നിട്ട് രാവിലെയും ആനയെ കാണണമെങ്കിൽ അതിരാവിലെ എണീറ്റ് ആനയെ കാണുക. എന്നിട്ട് നമുക്ക് പയ്യെ വീട്ടിലേക്കൊക്കെ പോവാം. അതാണെന്ന് തോന്നുന്നു ആനയെ കാണാനുള്ള ഏറ്റവും എളുപ്പമുള്ള, അല്ലെങ്കിൽ ആനയെ കാണാൻ മോസ്റ്റ് പ്രോബബിലിറ്റി ഉള്ളത്. അല്ലാതെ രാവിലെ ഇറങ്ങി ഉച്ചയ്ക്കൊക്കെ വന്ന് ആനയെ കാണാം എന്ന് വിചാരിച്ചാൽ എനിക്ക് ഇടയ്ക്ക് വരാറുണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷെ ചാൻസസ് കുറവായിരിക്കും. ഈ സ്ഥലത്തേക്കാണ് നമ്മൾ വണ്ടി ഓടിച്ച് വന്നത്. തോന്നുന്നു കുറച്ചും കൂടെ വെള്ളമുള്ള സമയമാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുന്നു. അങ്ങനെ നമ്മൾ നടന്ന് അവിടെ എത്തിയിട്ടോ. വണ്ടർഫുൾ പ്ലേസ് ആയിരുന്നു. ലൈക്ക് അധികം ആൾക്കാരുണ്ട്, അധികം എന്നല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. വേറെ ആരെയും കണ്ടില്ല. സോ എന്താ, അവിടെ നിന്ന് ഭയങ്കര പീസ്ഫുൾ, നേച്ചറിൻ്റെയും അവിടെ പുഴ ഒഴുകുന്നതിൻ്റെയൊക്കെ സൗണ്ട് എൻജോയ് ചെയ്ത് കുറച്ച് നേരം നമ്മളവിടെ നിന്നു. നല്ല പീസ്ഫുള്ളായിരുന്നു. ആക്ച്വലി ഇതാണ് നമ്മൾ കാണാൻ വന്ന സ്ഥലം. അവിടെ നിന്നൊരു ഇത് വരണ്ട്, ഇവിടെ നിന്ന് ഒരെണ്ണം വരണ്ട്, പിന്നെ ആ സൈഡിൽ നിന്ന് ഒരെണ്ണം വരണ്ട്. സോ അവർ പറഞ്ഞ 3 ചെറിയ അരുവികൾ ഓർ 3 പുഴകൾ ജോയിൻ ചെയ്യുന്ന സ്ഥലം. അങ്ങനെ കുറച്ച് നേരം അവിടെ സമാധാനമായിട്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും മഴയുടെ ഒരു ലക്ഷണം കണ്ടു തുടങ്ങിയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു പയ്യെ അവിടെ നിന്ന് സ്ഥലം വിടാം, എന്നിട്ട് നമുക്ക് ആനേനെ കാണുന്ന ആ സ്ഥലമുണ്ടല്ലോ അവിടെ പോയിരിക്കാം, എന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. കുറേ നേരം ഇരുന്നു, നല്ല മഴയും പെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നിരുന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും അവിടെ മൊത്തത്തിലൊന്ന് ആക്റ്റീവായി. അവിടെ അടുത്തുള്ള കുഞ്ഞി പെട്ടിക്കടകളുണ്ടല്ലോ അതൊക്കെ തുറന്ന് ഫുൾ ചായ, പലഹാരങ്ങൾ അങ്ങനെ എല്ലാം കൊടുത്തു തുടങ്ങി. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു ചായയും ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ആനയെ വെയിറ്റ് ചെയ്തിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ആനയും വന്നില്ല, ആരും വന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറേ നേരം ആയില്ലേ, എന്നാൽ പിന്നെ ഒരു ദിവസം വരാം, ഇപ്പോൾ നമുക്ക് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങി തുടങ്ങാം, അല്ലെങ്കിൽ മഴയൊക്കെ അല്ലേ, അത് ഭയങ്കരമായിട്ട് ലേറ്റ് ആവുമല്ലോ. അങ്ങനെ നമ്മൾ പോകാമെന്നുള്ള പ്ലാനൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ആനക്കുളത്ത് നിന്ന് നമ്മൾ ബൈ ബൈ പറയാണ്. ആനയൊന്നും കണ്ടില്ല കേട്ടോ. ഇന്നലെ രാത്രിയാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പം മിക്കവാറും ഇന്നും കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും വരിക. ഇന്ന് മഴയൊക്കെ പെയ്തുകൊണ്ട് അവർ പറയുന്നുണ്ടായിരുന്നു ഇനി മഴയൊക്കെ പെയ്തത് കാരണം കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടായിരിക്കും വരണേന്ന്. നമ്മൾ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തു, എങ്ങാനും വന്നാലോ എന്ന് വിചാരിച്ച്. പക്ഷെ വന്നില്ല. ഇപ്പം 4:15 നമുക്ക് 2 hours ഡ്രൈവ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെത്താൻ ഒരു 6:15 ആവും വീട്ടിലെത്താൻ. അതുകൊണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ദിവസം വന്ന് ആനയെ കാണാം, ഇപ്പം നമുക്ക് വണ്ടി വിടാമെന്ന് വിചാരിച്ചു. സോ നിങ്ങൾക്കൊക്കെ ആനക്കുളം വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മോസ്റ്റ്ലി മറ്റേ ഒരു വൈകുന്നേരം സ്റ്റേ എടുത്ത് വന്ന് ആനയെ കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് മോസ്റ്റ്ലി ആന വരിക എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് എല്ലാ ദിവസവും നമ്മുടെ അവിടെ നമ്മൾ നിർത്തിയിട്ടിരുന്നതിൻ്റെ അടുത്തൊരു
കടയുണ്ടായിരുന്നു, ചായയും കടിയൊക്കെ കിട്ടുന്ന കട. നമ്മളവിടെ ചായ കുടിക്കാൻ കയറിയപ്പോൾ ആ ചേട്ടൻ പറയണ്ടായിരുന്നു എല്ലാ ദിവസവും ആന വരും. ഏത് സമയമൊന്നും അറിയില്ല, മറ്റേ ജീവനുള്ള മൃഗങ്ങളാണല്ലോ, അവർക്ക് വിശപ്പും ദാഹവും ഒക്കെ തോന്നുമ്പോൾ അവർ വന്ന് കുടിച്ചിട്ട് പോവുകയുള്ളൂ. അപ്പം സമയവും കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷെ എല്ലാ ദിവസവും എന്തായാലും കറക്റ്റായിട്ട് വരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വൈകുന്നേരം വൈകുന്നേരം സ്റ്റേ എടുത്ത് വരികയാണെങ്കിൽ കൂടുതൽ ആനയെ കാണാനുള്ള ചാൻസ് ഉണ്ട്. മിക്കവാറും ആ ഒരു രാത്രി 8 മണി തൊട്ട് ഒരു ഏർലി മോർണിംഗ് വരെ ഉണ്ടാവും മാക്സിമം പ്രോബബിലിറ്റി ഉള്ള സമയം അതാണ്. അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഈ വണ്ടർഫുൾ റൈഡോടുകൂടി നമ്മളുടെ ആനക്കുളം ട്രിപ്പ് അവസാനിക്കാൻ പോവുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഒരാൾക്ക് ആനയെ കാണാത്തതിന് വിഷമായി പോയി, പാവം. ഞാൻ പക്ഷെ ഇറങ്ങുമ്പോഴേ ഒരു പ്രതീക്ഷ അത്രയൊന്നും വെച്ചിട്ടല്ല ഞാൻ ഇറങ്ങിയത് ഒരു ആനയെ കാണണം. എനിക്ക് മറ്റേ എൻ്റെ പുന്നി മറ്റേ കുഞ്ഞു വഴിയാ, അത്യാവശ്യം ഒരു ചെറിയ വഴിയാണ്. അതിൽ കൂടെ KSRTC ബസ്, ലോറി, ട്രക്ക് മുതലായ എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അപ്പോൾ അടിപൊളി ട്രിപ്പായിരുന്നു, ബ്യൂട്ടിഫുൾ ട്രിപ്പായിരുന്നു. എൻജോയ് ചെയ്തു, കുറേ നല്ല ഫുഡ് കഴിച്ചു, ചായ കുടിച്ചു, കുറേ നല്ല സ്ഥലങ്ങൾ കണ്ടു. അതോടുകൂടി നമ്മളുടെ ആനക്കുളം ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ആ വ്ളോഗ് അവിടെ തീർന്നല്ലേ നിങ്ങൾ വിചാരിച്ചേ? പക്ഷേ അതിൻ്റെ അടുത്ത ദിവസം തന്നെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം രാത്രി പറഞ്ഞു, എന്നാൽ പിന്നെ ഇപ്പം ആനക്കുളത്തേക്ക് വിട്ടാലോ എന്ന്. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഓൺ ബോർഡായ സമയത്ത് നമ്മൾ 2 ഫ്രണ്ട്സിനെയും കൂടെ വിളിച്ചു. എന്നിട്ട് പോകാമെന്നൊരു ഡിസൈഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ഫുഡൊക്കെ കഴിച്ച് എല്ലാം സെറ്റായി നമ്മൾ ആലുവയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 12:30 അത് കഴിഞ്ഞിട്ട് പയ്യെ ഓടിച്ചു പോയി ആനക്കുളത്തെത്തിയപ്പോൾ ഒരു ഓൾമോസ്റ്റ് 4 മണിയെങ്കിലും ആയിട്ടുണ്ടാവും. ഹലോ ഗൈസ്, അപ്പോൾ ആദ്യത്തെ വരവിൽ ആനക്കുളത്ത് നമ്മുടെ ആനയെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം ഉണ്ടായിരുന്നല്ലോ മനസ്സിൽ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു എപ്പോൾ നമ്മൾ ഇറങ്ങിയ വീട്ടിൽ നിന്ന് 12 മണിയോ 12:30യോ 12:30ക്ക് ആലുവയിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ സമയം 4 മണി. ഞങ്ങൾ ആനക്കുളത്തുണ്ട്. ആൻഡ് നിങ്ങൾ കാണുന്നു ആന. അങ്ങനെ ആദ്യത്തെ വരവിന് കണ്ടില്ലെങ്കിൽ ഇപ്പൊ നമ്മള് നിങ്ങളെ കാണിച്ചു തരാം. ഇത്ര ക്ലോസ് ആയിട്ട് സൂലൊന്നും അല്ലാതെ ആനകളാൽ നിൽക്കുന്ന കാണാനുണ്ടല്ലോ, അടിപൊളി ഫീലിംഗ് ആയിരുന്നു. എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ആനകളാണെങ്കിൽ തന്നെ അവരുടേതായ സ്പേസിൽ നല്ല ഫ്രീഡത്തോടുകൂടി വെള്ളം ഒക്കെ കുടിച്ച് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്ത് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിയാവും. നമ്മളത് കാണുമ്പോൾ തന്നെ ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ്, നല്ലൊരു എക്സൈറ്റഡ് ആവുന്ന ഒരു തരം എന്താ പറയുക, വ്യൂവോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ ആയിരുന്നു അത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു, ഇവിടെ ആനകൾ വരുന്നത് ആ പുഴയിൽ ഒരു ചെറിയ ഉറവയുണ്ട്, ലൈക്ക് അതിന് സോൾട്ടി ടേസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സോൾട്ടി ടേസ്റ്റ് ഈ ആനകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കുടിക്കാനാണ് ഇവർ കാട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഈ സ്ഥലത്തേക്ക് വരണത്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതിനകത്ത് എല്ലാ ദിവസവും വരുന്ന ആനകൾ സെയിം ആനകളായിരിക്കണം എന്നില്ല. ഈ ആനകൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുമല്ലോ കാട്ടിക്കൂടെ, അപ്പം അവരിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കുടിക്കുന്നതാണെന്ന്. അപ്പം എല്ലാ ദിവസവും വരുന്നത് പല പല ആനകളായിരിക്കും, പല പല ഫാമിലീസ് ആയിരിക്കും. സോ ഇവരിങ്ങനെ കുടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ നേരം കുടിച്ചുകൊണ്ടിരിക്കും, ലൈക്ക് ഒരു 3-4 hours വന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞത്. പിന്നെ വേറൊരു പ്രത്യേകത ഞാൻ കേട്ടത്, ഇതിൽ കുറേ നാളുകളായിട്ട് ഇവിടെ കൊമ്പനാനകളൊന്നും വരാറുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ അതിന് റീസൺ അവർ പറയുന്നത്, പണ്ട് ഒരു ലൈക്ക് ബ്രിട്ടീഷുകാരുടെയൊക്കെ സമയത്ത് ഇവിടെ ഹണ്ടിങ് ഉണ്ടായിരുന്നു. അപ്പം
കൊമ്പനാനകളെ ഒക്കെയാണ് അവർ ഹണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് പേടിച്ചിട്ടാണ് ആനകളൊന്നും വരാത്തതെന്ന്. ലൈക്ക് കൊമ്പനാനകൾ വന്നു കഴിഞ്ഞാൽ അവരെ കൊല്ലുമല്ലോ, അതുകൊണ്ട് കൊമ്പനാനകളൊന്നും ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കൂട്ടത്തിൽ ചെറിയൊരു കൊമ്പനാന ഉണ്ടായിരുന്നു, ഒരു കൊമ്പൊക്കെയുള്ളൊരു കുഞ്ഞിക്കൊമ്പൻ ഉണ്ടായിരുന്നു. സോ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ടിരുന്ന് ഹാപ്പിയായി എൻജോയ് ചെയ്ത് ഫുഡല്ല വെള്ളം കുടിക്കുകയായിരുന്നു. ഈ സമയത്താണെങ്കിലും നമ്മൾ ആ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി അവിടെ ഫോറസ്റ്റ് ഗാർഡ് ഉണ്ട് കേട്ടോ. ആനകൾ നമ്മളെ ഒന്നും ചെയ്യില്ല അത്രയും ദൂരത്ത് നിൽക്കുന്നതുകൊണ്ട്. പക്ഷേ അങ്ങോട്ട് പോയി അവർ ഉപദ്രവിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവരെന്തായാലും ഉപദ്രവിക്കും. അപ്പോൾ നമ്മൾ ഹാപ്പിയായി, എന്തായാലും ഇവരെയൊക്കെ ആനകളെയൊക്കെ കണ്ട് സൂപ്പർ ഹാപ്പിയായി സന്തോഷമായി തിരിച്ച് പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ. We don't need no education. No!